ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 21/6/2025 നടന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ 5 വരെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, BR ഗവായി. അപ്പോൾ ഇനി അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ CEO ആരാണ്? ഭരത് ലാലാണ്. ഭരത് ലാലാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ CEO. കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വിജയ കിഷോറി രാഹത്കറാണ്. വിജയ കിഷോറി രാഹത്കറാണ് കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർമാൻ. 7. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ എ, ഒന്ന് മാത്രം. 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. അപ്പോൾ സ്വത്തിനുള്ള അവകാശം ഇപ്പോൾ എന്താ അവകാശമാണ്? നിയമപരമായിട്ടുള്ള അവകാശമാണ്. ഏത് വകുപ്പ് പ്രകാരമാണ്? 300A വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ സ്വത്തവകാശം നിയമപരമായ അവകാശമായി മാറിയത്. ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ വിശദമായിട്ട് പറയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, ഇൻഷുറൻസ്. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഭരണഘടനയിൽ 12 ഷെഡ്യൂളുകൾ അഥവാ പട്ടികകളാണ് ഉള്ളത്. അതിൽ 7ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഏതൊക്കെ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. 12 ഷെഡ്യൂളുകളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്. അതിൽ 7ാമത്തെ ഷെഡ്യൂളിലാണ് ഈ 3ഉം ഉൾപ്പെട്ടിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ്. നമ്മുടെ ഭരണഘടനയിൽ 12 ഷെഡ്യൂളുകളാണുള്ളത്. അതിൽ 7ാമത്തെ ഷെഡ്യൂളിലാണ് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണുള്ളത്? 100 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായും കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ എന്താണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? പൂർണ്ണമായും കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ് അതിനകത്ത് പ്രധാനപ്പെട്ടവ? പ്രതിരോധം, ആണവോർജം, യുദ്ധവും സമാധാനവും, വിദേശകാര്യം, ബാങ്കിംഗ്, റെയിൽവേ, തപാൽ, വ്യോമയാനം, തുറമുഖം, വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ തുടങ്ങിയവ. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? പ്രതിരോധം, ആണവോർജം, യുദ്ധവും സമാധാനവും, വിദേശകാര്യം, ബാങ്കിംഗ്, റെയിൽവേ,
തപാൽ, വ്യോമയാനം, തുറമുഖം, വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ തുടങ്ങിയവ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 61 വിഷയങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നേരത്തെ 66 വിഷയങ്ങളുണ്ടായിരുന്നു. എന്നാൽ 1976 42-ാം ഭേദഗതി പ്രകാരം 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റി. അതുകൊണ്ട് ഇപ്പം 61 വിഷയങ്ങളെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായും സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? പൂർണ്ണമായും സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? കൃഷി, പോലീസ്, ജയിൽ, പൊതുജനാരോഗ്യം, തദ്ദേശ ഭരണം, ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, സ്റ്റേറ്റ് പബ്ലിക് സർവീസസ്. ഏതൊക്കെയാണ്? കൃഷി, പോലീസ്, ജയിൽ, പൊതുജനാരോഗ്യം, തദ്ദേശ ഭരണം, ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, സ്റ്റേറ്റ് പബ്ലിക് സർവീസസ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. ഇനിയുള്ളത് കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 52 വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കും നിയമം നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കും നിയമം നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് ഇവിടെ ഉൾപ്പെടുന്നത്, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ? വിദ്യാഭ്യാസം, വനം, ദത്തെടുക്കലും പിന്തുടർച്ചാ അവകാശവും, തൊഴിലാളി സംഘടനകൾ, മായം ചേർക്കൽ, സ്വത്ത് കൈമാറ്റം. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, ദത്തെടുക്കലും പിന്തുടർച്ചാ അവകാശവും, തൊഴിലാളി സംഘടനകൾ, മായം ചേർക്കൽ, സ്വത്ത് കൈമാറ്റം. അപ്പോൾ ഇതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയ 5 വിഷയങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനങ്ങൾ, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, തൂക്കങ്ങളും അളവുകളും, സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെയുള്ള എല്ലാ കോടതികളുടെയും നീതി നിർവഹണം, ഭരണഘടനാ സംഘടന. അപ്പോൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനങ്ങൾ, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, തൂക്കങ്ങളും അളവുകളും, സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെയുള്ള എല്ലാ കോടതികളുടെയും നീതി നിർവഹണം, ഭരണഘടനാ സംഘടന. ഇതൊക്കെയാണ് ഈ 5 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയത്. 9. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 ബി, 2 ഡി വരും, 3 എ വരും, 4 സി വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് കുറച്ച് അനുബന്ധ വിവരങ്ങൾ നോക്കാം. ഇനി പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി, അതിലെന്താ പറയുന്നത്? 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. 1ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. എന്നാണ് ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്? 1951 ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഇനി 7ാമത്തെ ഭരണഘടനാ ഭേദഗതി 1956 നിലവിൽ വന്നത്. 1956 7ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്.
1956. ഇത് പ്രകാരം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. 7ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഇനി 42ാം ഭരണഘടനാ ഭേദഗതി. പ്രധാനപ്പെട്ട ഭേദഗതികളാണ് പറയുന്നത്. 1976 നിലവിൽ വന്നത്. ഈ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ പുതിയ പദങ്ങൾ ഉൾപ്പെടുത്തി. സോഷ്യലിസ്റ്റ്, സെക്യുലർ തുടങ്ങിയ പദങ്ങൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തി. അതായിരുന്നു 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. 1976 നിലവിൽ വന്നത്. ഇതിനെ മിനി ഭരണഘടന എന്ന് അറിയപ്പെടുന്നു. മിനി ഭരണഘടന. മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി 44ാം ഭരണഘടനാ ഭേദഗതി. 1978 നിലവിൽ വന്നത്. 1978 44ാം ഭേദഗതി നിലവിൽ വന്നത്. എന്താണ് ഈ ഭേദഗതി പ്രകാരം പറയുന്നത്? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തു. പകരം അതിനെ നിയമപരമായ അവകാശമാക്കി. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തിനെ നീക്കം ചെയ്തു. പകരം അതിനെ നിയമപരമായ അവകാശമാക്കി മാറ്റി. ഇനി 52ാം ഭേദഗതി. 52ാം ഭേദഗതി പ്രകാരം അതെന്താ നിലവിൽ വന്നത്? 1985 52ാം ഭേദഗതി നിലവിൽ വന്നത്. അപ്പം എന്താ 52ാം ഭേദഗതി പറയുന്നത്? കൂറുമാറ്റത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കാൻ വ്യവസ്ഥ ചെയ്യുകയും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ 10ാം ഷെഡ്യൂൾ ചേർക്കുകയും ചെയ്തു. അപ്പം എന്താ 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പറയുന്നത്? കൂറുമാറ്റത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കാൻ വ്യവസ്ഥ ചെയ്യുകയും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ 10ാം ഷെഡ്യൂൾ ചേർക്കുകയും ചെയ്തു. അതാണ് 52ാം ഭേദഗതി. ഇനി വരുന്ന 61ാം ഭേദഗതി. 1988 നിലവിൽ വന്നത്. 1988 61ാം ഭേദഗതി നിലവിൽ വന്നത്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ചു. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 61ാമത്തെ ഭേദഗതി. 1988 നിലവിൽ വന്നു. ഇനി 73, 74 ഭേദഗതികൾ. 1992 നിലവിൽ വന്നത്. 73ാമത്തെ ഭേദഗതിയും 74ാമത്തെ ഭേദഗതിയും 1992 നിലവിൽ വന്നത്. 73ാം ഭേദഗതിയിലൂടെ എന്താ പഞ്ചായത്തി രാജ് സ്ഥാപനം ഭരണഘടനാപരമായി രൂപീകൃതമായി. 73ാം ഭേദഗതി പ്രകാരം എന്താണ് വന്നത്? പഞ്ചായത്തി രാജ് നിലവിൽ വന്നു. 73ാം ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് സ്ഥാപനം ഭരണഘടനാപരമായി രൂപീകൃതമായി. ഈ ആക്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പുതിയ ഭാഗം 9 ഇത് പറയുന്നത്. ഭാഗം 9 പുതിയതായിട്ട് ചേർത്തിട്ടുണ്ട്. കൂടാതെ ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? പഞ്ചായത്തി രാജ് സ്ഥാപനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇതിനു പുറമെ ഈ നിയമത്തിൽ ഭരണഘടനയിൽ ഒരു പുതിയ ഷെഡ്യൂൾ ചേർത്തിട്ടുണ്ട്. ഏതാണ്? 11ാം ഷെഡ്യൂൾ. അപ്പോൾ ഇതിനു പുറമെ എന്താണ് ഈ നിയമത്തിൽ ഭരണഘടനയിൽ ഒരു പുതിയ
11ാം ഷെഡ്യൂളും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 73ാം ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് സ്ഥാപനം ഭരണഘടനാപരമായി രൂപീകൃതമായി. അപ്പോൾ ഇത് പ്രകാരം ഒരു പുതിയ ഭാഗം, അതായത് 9 ആയി ചേർത്തിട്ടുണ്ട്. 243 മുതൽ 243 വരെ ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? പഞ്ചായത്തി രാജ് സ്ഥാപനത്തിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് ഒരു പുതിയ ഷെഡ്യൂൾ ചേർത്തു. ഏതാ? 11ാം ഷെഡ്യൂൾ. അതിലും പഞ്ചായത്ത് രാജിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി 74ാം ഭേദഗതി. 74ാം ഭേദഗതി 1992 PV നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് 74ാം ഭേദഗതി നിയമത്തിലൂടെയാണ് നഗര തദ്ദേശ സ്ഥാപനങ്ങൾ ഭരണഘടനാവൽക്കരിക്കപ്പെട്ടത്. 74ാം ഭേദഗതി പ്രകാരം എന്താണ് വന്നത്? നഗര തദ്ദേശ സ്ഥാപനങ്ങൾ ഭരണഘടനാവൽക്കരിക്കപ്പെട്ടു. 1993 ജൂൺ 1 ഇത് പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ 92 നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണ് നിയമം വന്നത്. ഇത് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1993 ജൂൺ 1 ഇത് ഭാഗം 9A ചേർത്തു. കൂടാതെ ആർട്ടിക്കിൾ 243P മുതൽ 243Z വരെ ഏതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നഗര തദ്ദേശ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതുവരെയുള്ള ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 243 മുതൽ 243O വരെയാണ്. അപ്പോൾ ഇവിടെ നഗര തദ്ദേശ സ്ഥാപനങ്ങൾ ഏത് ആർട്ടിക്കിളാണ്? 243P മുതൽ 243Z വരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഭരണഘടനയിൽ 12ാം ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു. 12ാം ഷെഡ്യൂളും കൂട്ടിച്ചേർത്തു. ഇതിൽ മുനിസിപ്പാലിറ്റികളുടെ 18 പ്രവർത്തനപരമായ ഇനങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയാനായിട്ടാണ് 12ാമത്തെ ഷെഡ്യൂളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇനി അടുത്തത് വരുന്നത് 86ാം ഭേദഗതി 2002 നിലവിൽ വന്നത്. 2002 86ാം ഭേദഗതി നിലവിൽ വന്നത്. ആർട്ടിക്കിൾ 21A പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. ആർട്ടിക്കിൾ 21A പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. ആർട്ടിക്കിൾ 51A പ്രകാരം ഒരു പുതിയ അടിസ്ഥാന കടമ ചേർത്തു. അപ്പോൾ 82ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്തൊക്കെയാണ് നിലവിൽ വന്നത്? ആർട്ടിക്കിൾ 21A പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. ആർട്ടിക്കിൾ 51A പ്രകാരം ഒരു പുതിയ അടിസ്ഥാന കടമ ചേർത്തു. ഇതൊക്കെയാണ് 86ാം ഭേദഗതിയിലൂടെ നിലവിൽ വന്നത്. 2002 86ാം ഭേദഗതി. ഇനി വരുന്നത് 101ാം ഭേദഗതി 2016 നിലവിൽ വന്നത്. 2016 101ാം ഭേദഗതി നിലവിൽ വന്നത്. ഇതിലെന്താ പറയുന്നത്? ഇത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ചരക്ക് സേവന നികുതി അഥവാ GST ചുമത്താൻ അനുവദിക്കുന്നു. അപ്പോൾ 101ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ചരക്ക് സേവന നികുതി ചുമത്താൻ അനുവദിക്കുന്നു. ചരക്കു സേവന നികുതി അഥവാ GST. ഇനി 103ാം ഭേദഗതി. 103ാം ഭേദഗതി നിലവിൽ വന്നത് 103ാമത്തെ ഭേദഗതി നിലവിൽ വന്നത് 2019 103ാം ഭേദഗതി നിലവിൽ വന്നത്. എന്താണ് 103ാം ഭേദഗതി കൊണ്ട് പറയുന്നത്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്, അതായത് EWS സംവരണം ഏർപ്പെടുത്തി. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തി. ഇതാണ് 103ാമത്തെ ഭരണഘടനാ ഭേദഗതി. 2019 നിലവിൽ വന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം, EWS കാറ്റഗറി.
ഇനി 104 ഭരണഘടനാ ഭേദഗതി 2020 നിലവിൽ വന്നു. 2020 നിലവിൽ വന്നു. അപ്പോൾ ഈ ഭേദഗതി പ്രകാരം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിനുള്ള സംവരണ സീറ്റുകൾ നിർത്തലാക്കുകയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം 10 വർഷത്തേക്ക് നീട്ടുകയും ചെയ്തു. അപ്പോൾ എന്താണ് 104 ഭേദഗതി പ്രകാരം പറയുന്നത്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിനുള്ള സംവരണ സീറ്റുകൾ നിർത്തലാക്കുകയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം 10 വർഷത്തേക്ക് നീട്ടുകയും ചെയ്തു. ഇനി വരുന്നത് 106 ഭേദഗതിയാണ്. 106 ഭേദഗതി എന്നാണ് നിലവിൽ വന്നത്? 2023 നിലവിൽ വന്നത്. അപ്പോൾ ഈ ഭേദഗതി പ്രകാരം ലോക്സഭ സംസ്ഥാന നിയമസഭകൾ ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭ എന്നിവയിലെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് 106 ഭരണഘടനാ ഭേദഗതി പറയുന്നത്? ലോക്സഭ സംസ്ഥാന നിയമസഭകൾ ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭ എന്നിവയിലെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. അപ്പോൾ ഇതും കൂടെ നോക്കി വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 10. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി എ ഷാജഹാൻ. ഇനി നമുക്കതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി ചെയർമാൻ ആലോക് ജോഷി. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി ചെയർമാൻ. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി ചെയർമാനാണ് ആലോക് ജോഷി. ഇനി അരവിന്ദ് പനഗാരിയ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അരവിന്ദ് പനഗാരിയ. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി ചെയർമാൻ ആലോക് ജോഷി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി ചെയർമാൻ ആലോക് ജോഷി. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗാരിയ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ. അപ്പോൾ ഇതും കൂടെ നോക്കി വെച്ചേക്കുക. 11. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി ഗവർണർ. ഇനി നമുക്കിതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1956 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1956 പട്ടം ആണ് ആസ്ഥാനം. തിരുവനന്തപുരത്തെ പട്ടമാണ് ആസ്ഥാനം. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ഇന്ത്യൻ ഭരണഘടനയുടെ 14ാം ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 14ാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് UPSC. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ കേന്ദ്ര സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ കേന്ദ്ര സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇപ്പോൾ UPSCയുടെ ആസ്ഥാനം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം ധോൽപൂർ ഹൗസ്, ന്യൂഡൽഹി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ധോൽപൂർ ഹൗസ് ന്യൂഡൽഹിയാണ്.
യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അപ്പോൾ ഇതെല്ലാം നല്ലോണം നോക്കി വെക്കുക. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം.